ഇന്നൊരു ഷോർട്ട് വീഡിയോ എടുക്കാനോ ലൈവ് പോകാനോ ഒന്നും സാധിച്ചില്ല. കാരണം എൻ്റെ താഴെ മോള് വന്നിട്ടുണ്ട്. എന്തൊരു ഉഷ്ണമെന്ന് പറയും. വീട് പണികളൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞു നാളെ രാവിലത്തേക്കുള്ളത്. അപ്പോൾ ഇതാണ്, മഴയൊന്ന് മാറി കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ ഉഷ്ണിക്കാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് ചൂടെടുക്കണം. ഇന്ന് മേല് കഴുകിയിട്ട് വേണം ഇനി കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കള നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. എൻ്റെ മിക്സി, ഉള്ളി പാത്രം, ഇതാ അതിൽ കുറച്ച് സവോളയൊക്കെ കിടക്കുന്നുള്ളൂ. വെളുത്തുള്ളി കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഇതാ അത്യാവശ്യം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പഞ്ചസാര എന്തേ പഞ്ചസാര, എൻ്റെ ഉപ്പ് പാത്രം, അങ്ങനെ അരിക്കല കേട്ടോ. ഞാൻ മൺകലത്തിൻ്റെ അകത്താണ് അരി സൂക്ഷിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അടുക്കളയിൽ. അപ്പം ഉണ്ടാക്കാൻ എണ്ണ പുരട്ടുന്ന പാത്രം. പിന്നെന്താ എൻ്റെ ഗ്യാസ് അടുപ്പ്, നാളത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പരിപാടിയൊന്നുമില്ല. പക്ഷെ എൻ്റെ മോള് വന്നിട്ടുണ്ടല്ലോ. പിന്നെ എൻ്റെ ചോറും പോലെ അത്യാവശ്യം കുറച്ച് പൊടികൾ അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതല്ല ഉറുമ്പ് കയറാതിരിക്കാൻ ഭയങ്കര ഉറുമ്പ് ശല്യമാണ്. ഫ്രിഡ്ജിൽ ഇപ്പോൾ വെക്കേണ്ടതായിട്ട് സാധനങ്ങളൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടിട്ട് തേങ്ങ മുറിക്കണ്ട വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. വെള്ളത്തിൽ ഇങ്ങനെ പാത്രം ആക്കിയിട്ട്, അപ്പോൾ ഉറുമ്പ് കടന്നാക്രമിക്കില്ല. കാണിച്ചു തരാവേ. കണ്ട, വെള്ളത്തിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങാമുറി കമഴ്ത്തി വെച്ചിരിക്കുന്നു. അതാ പിന്നെ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, മിക്സർ ജാറ്, ഉരുളികൾ മുകളിലത്തെ അങ്ങനെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം, ഒരു ഇഡ്ഡലി പാത്രം, അങ്ങനെ പിന്നെന്താ കുറച്ച് ഗ്ലാസ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ എനിക്കുണ്ടല്ലോ, നേരത്തെ എൻ്റെ വീട്ടിൽ എനിക്ക് ചില്ലിൻ്റെ ഗ്ലാസ്സുകൾ 12 എണ്ണം അത് നിർബന്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില്ലിൻ്റെ ഗ്ലാസ് ഇല്ല. ഒക്കെ ഇതേപോലത്തെ കപ്പും സോസും എന്നുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. വാങ്ങണം എനിക്കത് എന്നും എൻ്റെ മനസ്സിൽ വിചാരിക്കും, വാങ്ങണമെന്ന്. പക്ഷേ ടാപ്പിൽ വെള്ളമില്ല കേട്ടോ, വളരെ കുറച്ചുള്ളൂ. അപ്പം നമുക്ക് പൈപ്പ് വെള്ളമില്ലല്ലോ. വണ്ടി വെള്ളം അടിച്ചിട്ട് ഒരു ഇത്തിരി കൂടി കിടക്കണുള്ളൂ മുകളിൽ. അപ്പോൾ പാത്രം കഴുകാൻ ഞാൻ ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം കൊണ്ടുവച്ചതാണ്. ഇത് മഴവെള്ളം എടുത്തുകൊണ്ട് വെച്ചേക്കണം. ഇതൊക്കെയാണ് എൻ്റെ വീട്ടുവിശേഷങ്ങൾ. പിന്നെന്താ അവിടെ ഒരു ബർത്ത്, അതിൻ്റെ മുകളിൽ കുറച്ച് പെയിൻറ്റ് കാര്യങ്ങൾ. അയ്യോ എങ്ങനെയാ ഒക്കെ തന്നെയുള്ളൂ. സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മഴ കുറവായിരുന്നു കേട്ടോ ഇന്ന്. ഇത് പുറത്തേക്കുള്ള വാതിൽ നമുക്ക് വിറകടുപ്പും പുറത്താണ്. ഇപ്പോൾ ആ വാതിൽ തുറക്കണ്ടല്ലോ. അതൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ പിന്നെന്താ വേറെ വിശേഷം ഒന്നുമില്ല. അപ്പോൾ നമുക്ക്